ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്കും ഇവിടെ നിന്ന് കണ്ണൂരിലേക്കുമുള്ള ഇൻഡിഗോയുടെ നേരിട്ടുള്ള സർവീസുകൾ മെയ് 15 മുതൽ ആരംഭിക്കും. നേരത്തെ ഈ സർവീസുകൾ ഈ മാസം 21 മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ തീയതി പിന്നീട് മാറ്റുകയായിരുന്നു. സർവീസുകൾ ആരംഭിക്കുന്നത് ഇനിയും വൈകുമോ എന്നതും വ്യക്തമല്ല. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ഇൻഡിഗോ മസ്കറ്റ് കണ്ണൂർ സർവീസ് ഉണ്ടാവുക. കണ്ണൂരിൽ നിന്നും അർദ്ധരാത്രി 12:40 പുറപ്പെട്ട് പുലർച്ചെ 2:35 വിമാനം മസ്കറ്റിലെത്തുക. മസ്കറ്റിൽ നിന്നും പുലർച്ചെ 3:35 പുറപ്പെടുന്ന വിമാനം രാവിലെ 8:30 കണ്ണൂരിലെത്തും. ഇതിനിടെ കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 7 സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റിൽ നിന്നും ആരംഭിച്ചു. ഒരു ദിവസം തിരുവനന്തപുരം വഴി കണ്ണൂരിലേക്കും സർവീസുകൾ നടത്തുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്നും ഉച്ചയ്ക്ക് 12:15 പുറപ്പെട്ട് വൈകുന്നേരം 5:10 കണ്ണൂരിലെത്തും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:35 പുറപ്പെട്ട് വൈകുന്നേരം 5:30 കണ്ണൂരിലെത്തും. ഞായറാഴ്ച രാവിലെ 10:30 മസ്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം ഉച്ചതിരിഞ്ഞ് 3:25 കണ്ണൂരിലെത്തും. കണ്ണൂരിൽ നിന്നും തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9:15 വിമാനം പുറപ്പെട്ട് 11:15 മസ്കറ്റിലെത്തും. ശനിയാഴ്ച രാവിലെ 9:35 പുറപ്പെട്ട് 11:35 മസ്കറ്റിലെത്തുന്നത്. ഞായറാഴ്ച രാവിലെ 7:30 പുറപ്പെട്ട് 9:30 മസ്കറ്റിലെത്തും. മസ്കറ്റിലെ ഉത്തര മലബാറുകാരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഒരുവിധം ഈ സർവീസുകൾ സഹായകമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലയ്ക്കൊപ്പം കോഴിക്കോട് ജില്ലയുടെ വടക്കേ അറ്റത്തുള്ളവരും വയനാട് ജില്ലയുടെ നിരവധി ഭാഗങ്ങളിലുള്ളവരും കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്നുണ്ട്. കൂടാതെ കർണാടകയുടെ അതിർത്തി പ്രദേശത്തുള്ളവർക്കും കണ്ണൂർ വിമാനത്താവളം ഏറെ സ്വീകാര്യമാണ്. രാജ്യത്ത് അവയവം ദാനം ചെയ്യുന്നവരെ നാഷണൽ മെഡൽ നൽകി ആദരിക്കാൻ ഒമാൻ ഒരുങ്ങുന്നു. മനുഷ്യ അവയവങ്ങളും ടിഷ്യൂകളും ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. റോയൽ ഡിക്രി നമ്പർ 44/2025. ഇതിലാണ് ദാതാക്കളെ പ്രത്യേക മെഡലുകൾ നൽകി ആദരിക്കുന്നത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യാവയവങ്ങളുടെയും ടിഷ്യൂകളുടെയും കൈമാറ്റം, സംരക്ഷണം, മാറ്റിവെക്കൽ എന്നിവയ്ക്കുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങളാണ് പുതിയ നിയമത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതേസമയം ഈ മേഖലകളിൽ മനുഷ്യക്കടത്തും ചൂഷണവും തടയുന്നതിനുള്ള കർശന നടപടികളും ഉറപ്പാക്കുന്നു. പുതിയ നിയമനിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിലൊന്ന് അവയവദാതാക്കൾക്ക് പ്രത്യേക ബഹുമതി ഏർപ്പെടുത്തുന്നതാണ്. മരണപ്പെട്ട വ്യക്തികളിൽ നിന്നും അവയവങ്ങൾ ദാനം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മെഡൽ മരിച്ചയാളുടെ പേരിൽ നൽകുകയും അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് സമർപ്പിക്കുകയും ചെയ്യും. ജീവൻ രക്ഷിക്കുന്നതിൽ അവർ വഹിക്കുന്ന നിർണായക പങ്കിനെ ഊന്നിപ്പറയുന്നതിനോടൊപ്പം അവയവദാതാക്കളുടെ പരോപകാരവും തിരിച്ചറിയുക എന്നതാണ് നിയമത്തിന്റെ ഉദ്ദേശം. സൗദി അറേബ്യയിൽ ഒരാഴ്ചക്കിടെ 12,866 അനധികൃത താമസക്കാരെ നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു. താമസം, തൊഴിൽ, അതിർത്തി സുരക്ഷ എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ വ്യാപകമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. രാജ്യത്തുടനീളം നിയമലംഘനങ്ങൾക്കെതിരെ അധികൃതർ പരിശോധനകളും നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ 12,866 നിയമലംഘകരെ നാടുകടത്തിയതായും യാത്രാരേഖകൾ ലഭിക്കുന്നതിനായി 23,419 പേരെ അതത് നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളിൽ സുരക്ഷാ സേന 19,328 അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു. അറസ്റ്റിലായവരിൽ 11,245 പേർ താമസ നിയമലംഘകരും 4,297 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും 3,786 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. പിടിയിലായ വ്യക്തികൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികളുടെ ഭാഗമായി നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൂടാതെ രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച 1,360 പേരെ അറസ്റ്റ് ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി. ഇതിൽ 44% പേർ യമൻ പൗരന്മാരും 54% പേർ എത്യോപ്യൻ പൗരന്മാരും ബാക്കി 2% മറ്റ് രാജ്യക്കാരുമാണ്.
ഗതാഗതം, താമസം, തൊഴിൽ എന്നീ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ 22 വ്യക്തികളും അറസ്റ്റിലായിട്ടുണ്ട്. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നവർ, ഗതാഗതം, താമസ സൗകര്യം ഒരുക്കി നൽകൽ എന്നീ കുറ്റം ചെയ്യുന്നവർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയും നൽകേണ്ടി വരും. കൂടാതെ അത്തരം പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളും സ്വത്തുക്കളും കണ്ടുകെട്ടും. മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ 911 എന്ന നമ്പറിലും രാജ്യത്തുടനീളമുള്ള മറ്റ് പ്രദേശങ്ങളിൽ 999 അല്ലെങ്കിൽ 996 എന്ന നമ്പറിലും വിളിച്ച് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എൻട്രി വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും സ്പോൺസർഷിപ്പിന് കീഴിലുള്ള പ്രവാസി തൊഴിലാളികളുടെ യാത്രാവിവരം റിപ്പോർട്ട് ചെയ്യാത്ത സ്പോൺസർമാർക്ക് 6 മാസം വരെ തടവും 50,000 റിയാൽ വരെ പിഴയും ലഭിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ വിവിധ ജോലികൾക്കായി സമർപ്പിക്കപ്പെടുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റുകളിലെ വ്യാജന്മാരെ കണ്ടെത്താൻ ശക്തമായ നടപടിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം. രാജ്യത്ത് ജോലി തേടിയെത്തുന്നവർ നൽകുന്ന അക്കാദമിക് പ്രൊഫഷണൽ യോഗ്യതകൾ ഒറിജിനൽ ആണോ എന്നറിയാൻ ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിൽ നൈപുണ്യമുള്ള വിദേശ കമ്പനിയുമായി കരാറിൽ കുവൈറ്റ് അധികൃതർ ഒപ്പുവെച്ചു. വിദ്യാഭ്യാസ, തൊഴിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ അവയുടെ പ്രാഥമിക സ്രോതസ്സിൽ നിന്നും പരിശോധിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ പ്രമുഖ അന്താരാഷ്ട്ര കമ്പനിയായ ക്രോഡാബെ വെരിഫിക്കേഷൻ സർവീസസുമായാണ് കുവൈറ്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ, ശാസ്ത്ര, ഗവേഷണ മന്ത്രി ഡോക്ടർ നാദിർ അൽ ജലാലിന്റെ നേതൃത്വത്തിലായിരുന്നു കരാർ ഒപ്പിടൽ ചടങ്ങ് നടന്നത്. രാജ്യത്ത് 2 വർഷത്തിനുള്ളിൽ 1700 സ്വദേശികൾക്ക് ബാങ്കിംഗ് മേഖലയിൽ നിയമനം നൽകും. 5 ബാങ്കുകളിലാണ് നിയമനമെന്ന് UAE സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സാമ്പത്തിക മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും സ്വദേശിവൽക്കരണത്തിന്റെ വിശദാംശങ്ങൾ സെൻട്രൽ ബാങ്ക് കൈമാറി. അൽ ഐനിൽ നിന്നുള്ള 1700 സ്വദേശികൾക്കാണ് ഈ വർഷവും അടുത്ത വർഷവുമായി നിയമനം നൽകുക. ഇൻഷുറൻസ് സൂപ്പർവൈസറി കമ്മീഷനുമായി സഹകരിച്ചാണ് സ്വദേശിവൽക്കരണം പൂർത്തിയാക്കുക എന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. നിയമനത്തിന് മുന്നോടിയായി ബാങ്കിംഗ് മേഖലയിലെ സ്ഥാപനങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ചകൾ പൂർത്തിയായി. എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസുമായി സഹകരിച്ച് നിയമനത്തിനുള്ള ഓപ്പൺ ഹൗസും സംഘടിപ്പിച്ചു. ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകിയ ശേഷമാണ് ധനവിനിമയ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം. മുൻ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം രാജ്യത്തെ ബാങ്കിംഗ് രംഗത്തെ സ്ഥാപനങ്ങൾ 152.9% സ്വദേശിവൽക്കരണ ലക്ഷ്യം പൂർത്തീകരിച്ചതായി സെൻട്രൽ ബാങ്ക് വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ 20.2% വർധനവാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. ഒമാനിലെത്തിയ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി. അൽ ബർക്ക കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുപക്ഷവും ചർച്ച ചെയ്തു. മേഖലയിലും ലോകത്തിനും സമാധാനം, സുരക്ഷ, സുസ്ഥിരത എന്നിവയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള തങ്ങളുടെ രാജ്യങ്ങളുടെ പരസ്പര പ്രതിബദ്ധത ഇരുപക്ഷവും ആവർത്തിച്ചു.